കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്നും സമ്പത്തിന് അധിപതിയായി നിൽക്കാൻ യോഗമുള്ള 5 നക്ഷത്രക്കാരെ കുറിച്ചാണ്. എന്നും സാമ്പത്തികം, സൗകര്യങ്ങള്, ജീവിതത്തിലെ ആർഭാടപൂർണമായിട്ടുള്ള ഉയർച്ചകള്, അവൻ്റെ കഴിവിനൊത്ത അഭിവൃദ്ധികള് ഒക്കെ ഉണ്ടാവണം ചിന്തിക്കുന്നവരാണ്. അതിൽ കൂടുതലും ഉണ്ടാവണം ചിന്തിക്കുന്നവരെല്ലാവരും അല്ലേ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. എന്നും സമ്പത്തിന് അധിപതിയായിട്ട് നിൽക്കുക, എന്നും സമ്പത്ത് കൈ ഒഴിയാതെ. അതായത് ഒരു 10 രൂപ ഒരിടത്ത് മുടക്കിയാൽ ഇപ്പുറത്ത് 20 രൂപ കിട്ടണം. കാരണം മുടക്കുമ്പം ഇരട്ടി കിട്ടിയെങ്കിൽ നമുക്കത് ബാലൻസ് ആയി പോകുള്ളൂ അല്ലേ. 10 രൂപ നഷ്ടപ്പെട്ടു, 10 രൂപ നമുക്ക് ആ സേവ് തിരിച്ചു വെക്കാൻ പറ്റണം. ആ 10 രൂപ കൊണ്ട് നമുക്ക് അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. അങ്ങനെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ പറയും ചക്രം എന്ന് പറയും അല്ലേ, കറങ്ങി നിൽക്കുന്ന അവസ്ഥയെ, റൊട്ടേഷനാണ്. പക്ഷെ കറങ്ങി നമ്മുടെ കൈ വന്ന് കറങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് ഫുള്ള് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ ഏതൊക്കെ മേഖലയെ കൈവെക്കുന്നുണ്ടോ ആ മേഖലകളിൽ നിന്നൊക്കെ നമുക്ക് സാമ്പത്തികം ഉണ്ടാവണം. അതിന് നമുക്ക് ആ മേഖല നല്ലതാണെന്ന് നോക്കിയിട്ട് സാമ്പത്തികം ഇറക്കുന്നത് നന്നായിരിക്കും. അതുപോലെ പൂർവികരായിട്ട് ഉണ്ടാക്കിയ സാമ്പത്തികങ്ങളായാലും അവനവനായിട്ട് വന്ന സാമ്പത്തികമായാലും അല്ലെങ്കിൽ ഭാര്യാഗ്രഹത്തിൽ നിന്നും അല്ലെങ്കിൽ ഭർത്താഗ്രഹത്തിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന സാമ്പത്തികമായാലും സ്ത്രീയായാലും പുരുഷനായാലും ആ സാമ്പത്തികം എന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കാൻ യോഗമുള്ള 5 നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് പൊതുവായിട്ട് പറയുന്ന ഫലങ്ങളാണ്. ഇതിൽ കുറച്ചുകൂടി വ്യക്തത വേണമെങ്കിൽ ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ്. നമുക്ക് ആ നാളുകളിലേക്കൊന്ന് കടക്കാം. ആദ്യം ഭഗവതിയുടെ നാളായിട്ടുള്ള ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിന് ഭഗവതി സാന്നിധ്യം അല്ലെ ഭഗവതി അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള ഒരു നാളാണ് ഭരണി. ഇവര് ശ്രമിച്ചു കഴിഞ്ഞാൽ, ഭഗവതിയെ ഭജിച്ചുകൊണ്ട് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ തടസ്സവും നിഷ്പ്രയാസം മാറ്റാനും എത്ര വലിയ കാര്യങ്ങളും നിഷ്പ്രയാസം നടത്തിയെടുക്കാനും പറ്റും. അതുപോലെ എല്ലാത്തിനും മുകളിൽ നിന്ന് ആൾക്കാരെ കൊണ്ട് ഒരു സൂപ്പർവൈസറെ കൂട്ടെ എല്ലാവരെ കൊണ്ടും കാര്യങ്ങൾ നടത്തിയെടുപ്പിക്കാനൊക്കെ കഴിവുള്ള നക്ഷത്രം കൂടിയാണ് ഭരണി നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് മകയിരം. മകയിര നക്ഷത്രത്തിന് ആശിച്ചത്, മോഹിച്ചത് നേടിയെടുക്കാൻ ഏതറ്റം വരെ എന്തും ചെയ്യുന്ന നക്ഷത്രത്തിൽപ്പെട്ട ഒരു നാളാണ് മകയിര നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മകയിരത്തിനും കുറച്ച് കുശാഗ്രബുദ്ധി കൂടുതലാണെങ്കിലും കൂടെ നിൽക്കുന്നതിൽ ഒരിക്കലും ചതിക്കുന്ന ആളുകളല്ല മകയിരംകാര്. ചതിവ് സ്വഭാവം അങ്ങനെ കാണിക്കുന്നവർ കാണും, അതൊക്കെ ജാതകത്തിൻ്റെയാണ്. അങ്ങനെ ചതിവ് സ്വഭാവം കുറവുള്ള നാളുകാരാണ് മകയിരം നാളുകാർ. ഇവർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്കും ഈ സമ്പത്തിൻ്റെ അധിപതിയായിട്ട് നിൽക്കാവുന്നുള്ളതേ ഉള്ളൂ. അടുത്തത് ആയില്യ നക്ഷത്രം. സർപ്പങ്ങളുടെ നാളെന്നൊക്കെ പറയത്തില്ലേ, അപ്പോൾ സർപ്പനക്ഷത്രങ്ങളിൽ പെടുന്ന, ഇപ്പം നിധിയൊക്കെ കേട്ടിട്ടുണ്ടാവും എല്ലാവരും. നിധിയുടെയൊക്കെ അധിപതിയായിട്ട് ആരാ? സർപ്പദേവതകളെയാ പറയുന്നത്. സർപ്പദേവതകൾക്ക് അനുഗ്രഹം കൂടുതലുള്ള ഒരു നാളാണ് ആയില്യ നക്ഷത്രക്കാർ. ഇവരും സർപ്പദേവതകളെ ഭജിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന, അവരെ കൊണ്ട് പറ്റാവുന്ന യഥാശക്തി വഴിപാടുകളും ചെയ്തുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സമ്പത്തിന് അധിപതിയായിട്ട് നിലനിൽക്കാൻ പറ്റും. അടുത്തത് ഉത്തര നക്ഷത്രം. ധർമ്മശാസ്താവിൻ്റെ നാളായിട്ടുള്ള ഉത്തര നക്ഷത്രത്തിൽ ഇവരും ശ്രമിച്ചു കഴിഞ്ഞാൽ അശ്വവേഗത്തിൽ, അതായത് കുതിരയുടെ വേഗത്തിൽ ഇവർക്ക് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. എല്ലാ കാര്യത്തിനും ഇവർക്കൊരു എടുത്ത് ചാട്ടം ചില സമയത്ത് കൂടുതലാണെങ്കിലും ആ എടുത്തുചാട്ടം കൊണ്ട് നേടിയെടുക്കുന്ന നക്ഷത്രക്കാരാണ് ഇവർ. ഇവർക്കും ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സമ്പത്ത് എന്നും നിലനിർത്തി പോകാൻ പറ്റും. എല്ലാം ചിലവാക്കി കളയാൻ നല്ല ദൂർത്ത് അടിച്ചു കളയുന്ന സ്വഭാവക്കാരാണെങ്കിൽ നിലനിൽക്കത്തില്ല. എത്ര രൂപ കോടീശ്വരനായാലും നിലനിൽക്കത്തില്ല. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ എന്നും സമ്പത്തിന്റെ അധിപതിയായിട്ട് നിലനിൽക്കാൻ സാധിക്കും. അടുത്തത് വിശാഖ നക്ഷത്രക്കാർ. വിശാഖ നക്ഷത്രക്കാര് നമ്മൾ ആശ്ചര്യന്തും ചോദിക്കാതെ കിട്ടുന്ന നക്ഷത്രക്കാരാണ്. ചോദിക്കാതെ നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഉദാഹരണം പറയാം. വീട്ടിലൊരു ദിവാങ്കോട്ട് വേണം, അല്ലെ 2 കസേര വേണം. ആ സമയത്ത് അല്ലെങ്കിൽ 2 ദിവസത്തിനകം അല്ലെ ഒരാഴ്ചയ്ക്കോ ആയിട്ട് ഏതെങ്കിലും വഴിക്ക് ഒരു ഇൻസ്റ്റാൾമെന്റ് അല്ലെ വേറെ ഏതെങ്കിലും വഴിക്ക് അത് വന്ന് കയറും. അപ്പം അങ്ങനെയൊക്കെ യോഗം കൂടുതലുള്ള നക്ഷത്രക്കാരാണ് വിശാഖ നക്ഷത്രക്കാർ. ഇപ്പം ഇവർ ചെറിയ രീതിയിലായാലും ഇവരുടെ കഴിവുകൾ കഴിവിനൊത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ സാമ്പത്തികം നല്ല രീതിയിൽ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ്. ഇനിയും ഞാൻ ഈ നാളുകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതിൽ കൂടുതലായിട്ട് ജാതകം പരിശോധിക്കാം. പിന്നെ ഒരു വളരെ രസകരമായുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ ചെയ്തു. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ പരമ്പരയായിട്ട് നമ്മളിത് ചെയ്തു വരുന്നവരാണ്. ഗുരുക്കന്മാരുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ജ്യോതിഷമൊക്കെ പഠിച്ച് പല പുസ്തകങ്ങളും ഒക്കെ പഠിച്ചാണ് നമ്മൾ അറിവ് നേടിയിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് നമ്മൾ പല ജാതകങ്ങൾ പരിശോധിച്ചതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നത്. എൻ്റെ അഡ്രസ്സ് ആയാലും ഒക്കെ ഈ കമന്റ് ബോക്സിനൊക്കെ നോക്ക്, ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കി നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഒരു അഡ്രസ്സും ഇല്ലാതെ അസ്ട്രോളജി എന്ന് പോലും എഴുതാൻ അറിയാൻ വയ്യാത്തവർ ഇപ്പം നമ്മൾ ഈ വീഡിയോ ഇട്ടു 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് കോപ്പി അടിച്ച് അവരുടെ ചാനലിൽ കൊണ്ടുവിടുക. അവർക്കെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് വരുമാനം മാത്രം. സത്യം പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്യേണ്ട, നമ്മളിപ്പോൾ ഒരാളൊരു ജോലി ഏൽപ്പിക്കുക, ഒരു മുടി വെട്ടാൻ അറിയാൻ വയ്യാത്തവർക്ക് തല കൊടുത്താൽ എന്തായിരിക്കും? ചെവി വെട്ടിക്കളയൂല്ലേ എന്ന് പറഞ്ഞ പോലെ ഈ അല്പന്മാരായിട്ടുള്ള വ്യക്തികൾ, ഈ യൂട്യൂബിലെ വരുമാനം മാത്രം ഉദ്ദേശിച്ച് നടക്കുന്ന വ്യക്തികളാണ് ഈ ജ്യോതിഷത്തിനെ നശിപ്പിക്കുന്നത്. പലർക്കും ഇങ്ങനെയുള്ള യോഗങ്ങളെ പറ്റി പറയുമ്പോൾ ആ ചാനലിൽ കണ്ടു, ഈ ചാനലിൽ കണ്ടു. ഏത് ചാനലിൽ കണ്ടു? ആരായത്? നീ ആരായത്? ആരാ? ഏതോ ചാനൽ കണ്ടു, എന്തോ അസ്ട്രോളജി ചാനല് അല്ലെങ്കിൽ എന്തോ വ്ളോഗാ. ഇത്രയും നാളും ബ്യൂട്ടിയും അതും ഇതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ അതുകൊണ്ട് ഗുണമില്ല. അസ്ട്രോളജി കൊണ്ട് 10 രൂപ കിട്ടുമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഇതിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണ്. അവരെ മനസ്സിലാക്കേണ്ടത്, ഒറ്റപ്പെടുത്തേണ്ടത് നിങ്ങളാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളും 4 ആൾക്ക് ഉപകാരപ്പെടുന്ന യോഗങ്ങളുടെ അറിവുകളുമായി കണ്ടുമുട്ടാം.
നിർത്തുന്നു. നന്ദി, നമസ്കാരം. കുട്ടികളുടെ പഠനാഭിമുഖ്യവും വൈകല്യവും കണ്ടറിഞ്ഞ് മാർഗനിർദ്ദേശം നൽകാൻ, പഠന തിരക്കുകൾക്കിടയിൽ വിട്ടുപോകുന്ന പൊതുവിജ്ഞാനവും വായനാശീലവും തിരികെ പിടിക്കാൻ, വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ വാർത്തകൾ അറിയാൻ വിദ്യാവാർത്ത